നമസ്കാരം. UDFിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസിൽ മാരത്തോൺ ചർച്ചകളാണ്. അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികളുടെ ചർച്ചകളാണ് നടക്കുന്നത്. ഡൽഹിയിൽ മാരത്തോൺ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. കേരളത്തിലെ നേതാക്കന്മാരെല്ലാം ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ, അതായത് ഹൈക്കമാൻഡുമായിട്ടും AICCയിലെ ഭാരവാഹികളുമായിട്ടും ഒക്കെ അവിടെ ചർച്ചകളാണ് നടക്കുന്നത്. ആ ചർച്ചകളിൽ ഏകദേശമൊക്കെ പല 140 മണ്ഡലങ്ങളിലെ ഏകദേശമൊക്കെ മണ്ഡലങ്ങളിലെല്ലാം സ്ഥാനാർത്ഥികൾ ആയി കഴിഞ്ഞു. ഒരു പൊതുധാരണയിൽ എത്തിക്കഴിഞ്ഞു. ആദ്യത്തെ പട്ടിക ഇന്ന് വൈകുന്നേരത്തോടെ പുറത്തുവിടുമെന്നാണ് ആ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. UDFിലെ ഘടകകക്ഷികളായ ചെറിയ ചെറിയ കക്ഷികൾ, അതായത് RSP, അതുപോലെ തന്നെ CMP, ഇവരൊക്കെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞു. ലീഗും ഇന്ന് വൈകിട്ടോടെ സീറ്റ് വിഭജനം പൂർത്തിയാവുകയും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് ആ ലിസ്റ്റ് ഇന്ന് വൈകിട്ട് പുറത്ത് വിടുകയും ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും ഏകദേശം സ്ഥാനാർത്ഥികളെയൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞു. അവരും ഇന്ന് വൈകുന്നേരത്തോടെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് പ്രഖ്യാപിക്കും. കോൺഗ്രസിന്റെ ആദ്യത്തെ, ഞാൻ പറഞ്ഞതുപോലെ ആദ്യത്തെ ലിസ്റ്റായിരിക്കും ഇന്ന് വൈകിട്ട് വരുന്നത്. ആ ലിസ്റ്റിൽ കൊല്ലം ജില്ലയിലെ പുനലൂരിൽ ഒരു അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥിയാണ് വരാൻ പോകുന്നത്. ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഒരു പെന്തക്കോസ്ത് സമൂഹത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയായിരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതിനുവേണ്ടി അവിടെ 21,000 പെന്തക്കോസ്ത് വോട്ടുകൾ പുനലൂരിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ അവിടുത്തെ മാർജിൻ എന്ന് പറയുന്നത്, ഭൂരിപക്ഷം എന്ന് പറയുന്നത് 33,000 വോട്ടിനടുത്തുള്ള സംഖ്യയാണ് അവിടുത്തെ ഭൂരിപക്ഷം. അതിൽ ഏകദേശം 21,000 വോട്ടുകൾ പെന്തക്കോസ്ത് വിശ്വാസികളുടേതാണ്. ഈ സാഹചര്യത്തിലാണ് അവിടെ ഒരു പെന്തക്കോസ്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള ചർച്ചകൾ ഡൽഹി കേന്ദ്രീകരിച്ച് പുരോഗമിക്കുന്നത്. പല പേരുകളും, പെന്തക്കോസ്ത് വിഭാഗത്തിൽ നിന്നുള്ള പല പേരുകളും ചർച്ചയിൽ വന്നിട്ടുണ്ട്. അതിൽ ആരെങ്കിലും ഒരാളിനെ ആയിരിക്കും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്. അവിടെ പെന്തക്കോസ്ത് സമൂഹം, അവിടെ അവരുടെ ശക്തി വളരെ വലുതാണ്. ഇൻഡിപെൻഡന്റ് ചർച്ചകൾ ഒരുപാടുണ്ട് അവിടെ. മാത്രമല്ല അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ആസ്ഥാനം അവിടെയാണ്. അതുപോലെ ഒട്ടേറെ ചെറുതും വലുതുമായ ക്രൈസ്തവ സഭകളും പെന്തക്കോസ്ത് സഭകളും ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ് പുനലൂർ മണ്ഡലം. അവിടെ ഒരു പെന്തക്കോസ്ത് സ്ഥാനാർത്ഥി വന്നാൽ എൻ ബ്ലോക്ക് വിശ്വാസികളുടെ വോട്ട് സ്വരൂപിക്കാൻ കഴിയും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. പെന്തക്കോസ്ത് സംഘടനകളുടെ പ്രതിനിധികൾ അതിനുവേണ്ടി രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ ഹൈക്കമാൻഡിനും ഒക്കെ ലെറ്ററുകൾ കൊടുത്തു. അവര് ആ ലെറ്ററുകൾ വെച്ചും അതുപോലെ തന്നെ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യ, ഉത്തരേന്ത്യയിൽ നിന്നുള്ള, പ്രത്യേകിച്ച് പഞ്ചാബിൽ നിന്നൊക്കെ ഉള്ള പാസ്റ്റർമാരുടെ സംഘടനകളും ഒക്കെ ഈ ഒരു ആവശ്യവുമായി AICC നേതൃത്വവുമായി ചർച്ച നടക്കുകയാണ്. ഏതായാലും നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഒരു പെന്തക്കോസ്ത് സ്ഥാനാർത്ഥിയായിരിക്കും, പെന്തക്കോസ്ത് വിഭാഗത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയായിരിക്കും കോൺഗ്രസിന്റെ, അതായത് UDFിന്റെ സ്ഥാനാർത്ഥിയായി പുനലൂരിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത്. LDF തന്നെ ഇടതുമുന്നണി CPI സ്ഥാനാർത്ഥികളെ മുഴുവൻ പ്രഖ്യാപിച്ചു. അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കഴിഞ്ഞ 2 പ്രാവശ്യം ജയിച്ച സുബാലല്ല ഇപ്രാവശ്യം അവിടെ മത്സരിക്കുന്നത്. പുതിയ ആളാണ്, പുതിയൊരു സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നത്. CPIയുടെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി. UDFിന്റെ സ്ഥാനാർത്ഥി പെന്തക്കോസ്ത് വിഭാഗത്തിൽ നിന്ന് ഉള്ള ഒരു സ്ഥാനാർത്ഥിയായിരിക്കും. അതിനുള്ള കരുനീക്കങ്ങളും ചർച്ചകളുമാണ് ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. അവിടെ സീറ്റിന് വേണ്ടി KPCC ഭാരവാഹികളും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളും ഒക്കെ പലരും ആ സീറ്റിന് വേണ്ടി ശ്രമിക്കുകയും അതിനുവേണ്ടി ചർച്ചകൾ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇവരെല്ലാം പിന്തള്ളിക്കൊണ്ടാണ് ഒരു
പെന്തക്കോസ്ത് സഭ വിശ്വാസികളുടെ കൂട്ടായ്മയും അതുപോലെ തന്നെ പാസ്റ്റർമാരുടെ സംഘടനകളുമൊക്കെ ഈ ഒരു ആവശ്യവുമായി AICC സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടെ ആ പേരുകൾ നമുക്ക് അറിയാൻ സാധിക്കും. ആദ്യത്തെ ലിസ്റ്റ് ഇന്ന് വൈകുന്നേരത്തോടെ പുറത്തു വിടുമെന്നാണ് ആ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം.